വീട്ടിലുള്ള ഒരു റേഷൻ പുട്ടാണ്. ഞാനതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയാം, ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ടായ സാധനമാണ്. ഞങ്ങളിപ്പോൾ അത് ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ചിരണ്ടി മിക്സിയിലിടാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട നല്ല മഞ്ഞ കളറാണ്. ഞാൻ ചിരണ്ടി ഇതിൽ മിക്സിയിലിടാൻ പോണേന്. വേണമെങ്കിൽ അതിലൊരു ഏലക്ക കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. പഞ്ചസാരയും കൂടി ചേർത്ത് ഇട്ട് അടിക്കാം നമുക്ക്. ഇതേപോലെ നമുക്ക് തരിയില്ലാതെ തോണ്ടിയെടുക്കാം. കണ്ടോ? ഇതെല്ലാം തോണ്ടി നമുക്ക് മുറിച്ചിട്ട് തോണ്ടി ഇതിലോട്ട് ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ രണ്ടെണ്ണം തോണ്ടിയിട്ട് തന്നെ ഇത്രയുണ്ട്. നല്ലോണം കഴമ്പുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ ഞങ്ങൾ മുറിക്കാൻ പോണത്. ഇതാണ് നല്ല നിറച്ച് ഇത് ഞാൻ നട്ടേക്കണ സ്ഥലവും പറിക്കണതും അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിലൊരു പേരക്കയും കൂടി ഉണ്ട്. പേരമരത്തേലാണ് കയറ്റിയേക്കണം ഞാൻ, അതുകൊണ്ട് പെട്ടെന്ന് കാണൂല. ഇത്രയും സാധനമുണ്ട്. ഇത് നമുക്കിപ്പോൾ ഒരു 4 ഗ്ലാസ്സിന് ഉണ്ടാവും. ഇച്ചിരി ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കിപ്പോൾ അടിക്കാം. ഇങ്ങനെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ച്, ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് മതി. ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ഇടാം. മധുരം വേണ്ടവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിക്കണം. തണുത്ത വെള്ളം അങ്ങനെ നോക്കണം. ഇത് ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കി കുടിച്ച് നോക്കി. നല്ലതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടതിൽ എല്ലാവരും കാണാം. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.